സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദാക്കി. കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾക്ക് ദിയാധനം കൈമാറി. റഹീമിനെ ജയിൽ മോചിതനാക്കി നാട്ടിലെത്തിക്കാനുള്ള ഉത്തരവ് ഉടനിറങ്ങും. സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഒരുപാട് കാത്തിരുന്ന ഒരു വാർത്തയാണ് ഈ മോചനം എന്നുള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റഹീമിന്റെ കേസ്, അതായത് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള റഹീമിന്റെ കേസ് റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് റഹീമിന്റെ മോചനം മാത്രമാണ്. അതിനുള്ളത് ഇനി കോടതിയുടെ ഒരു ഉത്തരവുണ്ടാകണം. അതിനൊരു സിറ്റിംഗ് കൂടി കോടതിക്ക് ആവശ്യമാണ്. അതൊരു പക്ഷേ ഇന്നുണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകുന്നവർ പറയുന്നത്. കോടതി നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് ഇന്ന് ഉണ്ടാവുകയും ചെയ്തേക്കാം. അതായത് ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവ് ഇറങ്ങുക എന്നുള്ളൊരു കടമ്പ മാത്രമാണ് ഇനി കോടതിക്ക് ആവശ്യമുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ആവശ്യപ്പെട്ടിരുന്ന ദിയാദിനം ഇന്ന് കോടതിയിൽ വെച്ച് കൈമാറിയിട്ടുണ്ട്. അബ്ദുൾ റഹീമിനെയും ഇന്ന് വെർച്വലായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇരു കുടുംബവും ഒപ്പം തന്നെ റഹീമും ഒന്നിച്ച് ഹാജരായതോടുകൂടി ഇരു വിഭാഗവും കേസ് ഒത്തുതീർപ്പാക്കുകയാണെന്നും ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുടുംബം അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ കേസ് അവസാനിപ്പിക്കുകയാണെന്നും റദ്ദാക്കുകയാണെന്നും കോടതി ഉത്തരവിടുകയായിരുന്നു. ആ ഉത്തരവിൽ കോടതിയും ഒപ്പം തന്നെ ഇരു വിഭാഗവും ഒപ്പുവെച്ചതോടുകൂടിയാണ് റഹീമിന്റെ മോചനം ഇനി സാധ്യമാകാൻ പോകുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസാനവട്ട തീരുമാനമുണ്ടായേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെയായിരിക്കും ഇതിന്റെ അന്തിമ ഉത്തരവിറങ്ങുക. അതിനുശേഷം റഹീമിനെ നേരിട്ട് റിയാദിലെ ജയിലിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാവും ചെയ്യുക. റിയാദിൽ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. പകരം റിയാദ് ജയിലിൽ നിന്നും നേരിട്ട് വിമാനത്താവളം വഴി നാട്ടിലേക്കാവും റഹീമിനെ കൊണ്ടുപോവുക. ശരി ആഫ്താബ്, നന്ദി.